എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. I am Dr. Gladys Matthews and welcome to this question answer session. സത്യവേദ പുസ്തക അടിസ്ഥാനത്തിലുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ മറുപടി കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടി ഞങ്ങൾ ആത്മാർത്ഥമായി ഉദ്ദേശിക്കുന്നത്. പ്രേക്ഷകരുടെ മനസ്സിൽ ദീർഘനാളുകളായി ഉണ്ടായിരുന്ന അനേകം ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും കഴിഞ്ഞ സെഷനുകളിൽ കൂടി തൃപ്തികരമായ മറുപടി ലഭിക്കുവാൻ ഇടയായതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. പ്രശസ്ത വേദ അധ്യാപകനും ഹീബ്രു ബൈബിൾ സ്കോളറുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ ആണ് നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ മറുപടി നൽകി തരുന്നത്. ഇന്നത്തെ ഈ സെഷനിലും ബാബു സർ അങ്ങനെയുള്ള നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി തരുവാൻ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. യോഹന്നാൻ അപ്പോസ്തലൻ ശിക്ഷിക്കപ്പെട്ട് പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിയപ്പോൾ വെളിപ്പാട് പുസ്തകം അന്നേരമാണോ എഴുതിയത്? എന്തെന്നാൽ എഴുതുവാൻ വേണ്ട കടലാസും പേനയും അഥവാ റൈറ്റിംഗ് മെറ്റീരിയൽസ് എവിടെ കിട്ടി? നല്ല ചോദ്യമാണല്ലോ. നമുക്ക് നോക്കാം ഇതിൻ്റെ ആൻസർ പറയാൻ. വേദാടിസ്ഥാനത്തിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് സിറ്റുവേഷണൽ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. നമുക്ക് ആ കാലഘട്ടത്തിലേക്ക് പോകണം. ഈ യോഹന്നാനും പൗലോസും ഒക്കെ തടവിലാകുമ്പോൾ അവർ ചങ്ങല ധരിച്ച് മറ്റുള്ളവരെ തടവിലായിരിക്കുന്നത്. പക്ഷെ അവര് ഈ ക്രിമിനൽ കുറ്റവാളികളല്ല. ഇൻ ദ സെൻസ് അങ്ങനെയുള്ള ക്രിമിനൽ കുറ്റമല്ല അവർ ചെയ്തിരിക്കുന്നത്. രാജ്യത്ത് എഴുതപ്പെട്ട ചില നിയമങ്ങളുണ്ട്. ഇന്ന ദൈവങ്ങളെ ആരാധിക്കുക, ഇന്ന മതങ്ങൾക്ക് പെർമിഷൻ ഉള്ളതെന്നൊക്കെ. അത് തെറ്റിച്ചെന്നുള്ള കാരണത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഈ നെഹ്റുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലൊന്നായ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി അദ്ദേഹം എഴുതുന്നത് ജയിലിൽ കിടന്നുണ്ടാ. എന്തുകൊണ്ടാ? അപ്പോൾ തന്നെ ഇവിടെ മോഷണത്തിനും വ്യഭിചാരത്തിനൊക്കെ ജയിലിൽ പിടിച്ചോണ്ടിരിക്കുന്നവൻ അവിടെ എഴുതാൻ പറ്റുമോ? അതല്ല, അത് വേറൊരു കാറ്റഗറിയാണ്. ഇനി പത്മോസ് ദ്വീപിൽ എന്ന് പറയുമ്പോൾ ദ്വീപിൽ കൊണ്ടുവിടുക. ആ ദ്വീപ് ആൾവാസം ഇല്ലാത്തൊരു ദ്വീപല്ല. ആ ദ്വീപിൽ ആൾവാസമുണ്ട്. കാര്യം ആ ദ്വീപിൽ പാറ പൊട്ടിക്കാനും മറ്റു പണിക്കൊക്കെ ആൾക്കാരാക്കിയിട്ടുണ്ട്. അവർ പാറ പൊട്ടിച്ചൊക്കെ കപ്പലെ കയറ്റി റോമ സ്ഥാപിച്ചതിന് ഇതര സമാജത്ത് കൊണ്ടുവന്നു ടിമ്പറും ഒക്കെ. അപ്പം റൈറ്റിംഗ് മെറ്റീരിയൽസ് ഒക്കെ അവൈലബിളായ ഒരു സ്ഥലത്താണ്. ബീയിങ് ദ സോർട്ട് ഓഫ് പ്രസൻറ്റർ ഹി വാസ്, തനിക്ക് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒന്നും ഡിനൈഡ് അല്ല, കൊടുക്കാൻ പാടില്ലെന്നൊന്നുമില്ല, വിലക്കിയിട്ടില്ല. ഇല്ല. സോ ഹി ഹാസ് ആക്സസ് ടു ഇറ്റ്. ഇനി മൂന്നാമത്തെ വേറൊരു കാര്യമുണ്ട്. ഈ ക്രിസ്ത്യാനികളായി പിടിക്കപ്പെട്ട പ്രിസണേഴ്സ്, അവരെ കൈകാര്യം ചെയ്യാൻ റോമൻ പടയാളികൾക്ക് പേടിയായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചവിട്ടിയതാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മരണം കണ്ടിട്ട് ഭയപ്പെട്ടാണ് ശതാധിപൻ ചെന്ന് പറയുന്നത്, ഈ മനുഷ്യൻ സാക്ഷാൽ ദൈവത്തന്നായിരുന്നു. പേടിച്ചു പോയെന്നാണ് 4 സുവിശേഷങ്ങളെ പറഞ്ഞിട്ട് പേടിച്ചുപോയി. അതിനുശേഷം ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരെ ഉപദ്രവിച്ചപ്പോഴൊക്കെ സംഭവിച്ച കാര്യങ്ങൾ അവരെ ഭയപ്പെടുന്നതായിരുന്നു. പേടിപ്പിച്ചു പോയി. കാരണം പത്രോസിനെ പിടിച്ച് അകത്തിട്ടു, ദൂതം വന്ന് തുറന്നു വിട്ടു. തല പോയത് ആർക്ക്? കാവൽക്കാരുടെ തല പോയി.
അല്ലേ? ഒരു ക്രിസ്ത്യാനിയെങ്കിലും ജയിലിൽ കിട്ടി ഇവർക്ക് പേടിയാ. ഉം. പൗലോസിനും ശീലാസിനെ പിടിച്ച് ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിലിട്ടു. പിന്നെ എത്ര കൊല്ലം വന്ന് ഈ കാരാഗ്രഹം ഒന്ന് പണിത് വൃത്തിയാക്കാൻ? അടിസ്ഥാനം ഇളകി പോയി, ഫൗണ്ടേഷൻ ടോൺ ഇളകി പോയി. ജയിലർ വന്നിട്ട് ഇവരുടെ കാൽക്കൽ വീട്, യജമാന്മാരെ രക്ഷിക്കണേ, അല്ലേ? അപ്പൊ ഈ സാധനങ്ങൾ നമ്മുടെ കൈ വന്ന് കയറിയാൽ നമ്മുടെ കട പോയി. കടവിൽ. ഏതാ ഈ കൈകാര്യം ചെയ്യാൻ നിൽക്കുന്ന പോലീസുകാരൻ്റെ അല്ലെ പട്ടാളക്കാരൻ്റെ കട പൂട്ടുന്നവനറിയാം. അപ്പം രാജകൽപ്പന ഭയപ്പെട്ട് തല വെട്ടുന്നു, രാജകൽപ്പന ഭയപ്പെട്ട് ക്രൂശിക്കുന്നു, ചാട്ടവാർ കൊണ്ടടിക്കുന്നു, രാജകൽപ്പന ഭയപ്പെട്ട് തിളച്ചെണ്ണയ്ക്കകത്തിരുന്നു. പക്ഷെ അവരുടെ മനസാക്ഷിയോ ഫാർ അവേ ഫ്രം ദെയർ, ഫാർ അവേ. എപ്പോഴും ഇവരുടെ മനസാക്ഷിയെ പ്രിക്ക് ചെയ്തുകളും ഭയങ്കരമായിട്ട് പരിശുദ്ധാത്മാവ് ഈ ദൈവക്കെതിരെ തിരിയുമ്പോൾ നമ്മളതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വിസ്താരത്തിലാകണ്ടേ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പീലാത്തോസിൻ്റെ കോടതിയിൽ വിസ്താരത്തിൽ നിൽക്കുമ്പോൾ പീലാത്തോസിൻ്റെ ഭാര്യ ക്ലൗദിയ ഒരു കത്തെഴുതി കൊടുക്കുക, ബി വെരി കെയർഫുൾ, ഡോണ്ട് പോക്ക് യുവർ നോസ് ഇൻ ടു ദ അഫയേഴ്സ് ഓഫ് ദിസ് ഹോളി മാൻ. ഈ വിശുദ്ധൻ്റെ കാര്യത്തിൽ നീ ഇടപെട്ടു പോകരുത്. ഇദ്ദേഹം നിമിത്തം ഇന്നലെ രാത്രി എനിക്ക് സ്വപ്നത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായതാണ്, അതുകൊണ്ട് ഇടപെടരുത്. പീലാത്തോസ് വെരുണ്ടുപോയി കത്ത് വായിച്ചപ്പോഴേക്ക് പീലാത്തോസ്. അപ്പം നമുക്ക് ആ മൊമെൻറ്റ് മുതൽ നമ്മൾ പുറകോട്ട് പോയി മുന്നോട്ട് ഇങ്ങോട്ട് വന്നാൽ വിശുദ്ധന്മാരെ കൈവെക്കുന്നുള്ളത് ഈ ഭരണാധികാരികൾക്ക് കൽപ്പന കൊടുക്കാൻ എളുപ്പമാണ്. പക്ഷെ നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവരാണ് ഇതിൻ്റെ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് അവരെ ഒരു കാരണവശാലും ഈ സാധാരണ ക്രിമിനൽസിനോട് നേരിടുന്ന രീതിയിൽ അപ്പോസ്തലന്മാർ കൈകാര്യം ചെയ്തില്ലായിരുന്നു. We have every reason to believe he had all these things accessible to you. ഇതെല്ലാം പൗലോസിന് യോഹന്നാൻ accessible ആയിട്ടുണ്ടായിരുന്നു. Yes, that is my simple answer. താങ്ക് യു സർ. അടുത്ത ചോദ്യം, പുറപ്പാട് പുസ്തകം 23 അധ്യായം 26 വാക്യത്തിൽ യഹോവയായ ദൈവം പറയുന്നതാണ്, നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. 1 ദിനവൃത്താന്തം 29 അധ്യായം 27-28 വാക്യങ്ങളിൽ ദാവീദിന്റെ ആയുഷ്കാലത്തെ പറ്റി പറയുമ്പോൾ അവൻ നന്ന വയസ്സ് ചെന്നവനും ആയുസ്സും ധനവും മാനവും തികഞ്ഞവനുമായി മരിച്ചു എന്ന് കാണുന്നു. അതുപോലെ സങ്കീർത്തനം 10 വാക്യത്തിൽ ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം എന്ന് എഴുതിയിരിക്കുന്നു. ഈ വാക്യങ്ങൾ പ്രകാരം 70 വയസ്സിന് മുകളിൽ ഉള്ള ഒരു ദീർഘായുസിന് വേണ്ടി വിശ്വാസികളായ നാം പ്രാർത്ഥിക്കാം. കാര്യം തീർന്നില്ലേ? പ്രാർത്ഥിക്കാം. കാരണം ഇത്ര വയസ്സിനപ്പുറം ഒരു മനുഷ്യൻ ജീവിക്കണ്ട എന്ന് ഒരു കട്ടിംഗ് എഡ്ജ് മനുഷ്യന്റെ ആയുസ്സിന് ദൈവം വെച്ചിട്ടില്ല. ഒന്ന് വെച്ചിട്ടില്ല. 2, നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തീകരിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ അർത്ഥം നിന്റെ ലൈഫ് ടൈമിൽ നീ ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അത് മുഴുവൻ ചെയ്ത് തീർക്കാതെ ദൈവം നിന്നെ ലോകത്തിൽ നിന്ന് മാറ്റത്തില്ലെന്ന്. അവിടെ ദ ഫുൾനെസ് ഓഫ് ഹിസ് ലൈഫ് സ്പാൻ. ദ ഫുൾനെസ് ഓഫ് ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ അയാളുടെ കാലഘട്ടത്തിൽ എന്തെല്ലാം ചെയ്യണം ദൈവം തീരുമാനിച്ചോ അത്രയും കാര്യങ്ങൾ തീർക്കാതെ ദൈവം അയാളെ ഭൂമിയിൽ നിന്ന് മാറ്റത്തില്ല. അതാ വ്യക്തിയോടുള്ള ദൈവത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റാണ്. അല്ലാതെ എല്ലാവരും 80 വയസ്സ് വരെ ജീവിക്കണം, നീ 80 വയസ്സ് വരെ ജീവിക്കാതെ മരിക്കത്തില്ല എന്നല്ല. മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയായാൽ 80 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മുടെ വേറൊരു ആൻസറിലുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ ഈ പുള്ളിക്ക് 120 വയസ്സുണ്ട് മോശയ്ക്ക്. മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയായാൽ 80. അപ്പം നിനക്ക് എത്രയായി? 120. അതെങ്ങനെ ആയത്? ഇത് പറയാനുള്ള റീസൺ നമ്മൾ വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു കാര്യമുണ്ട്. ഈ 70 ക്രോസ് ചെയ്തിട്ടുണ്ടല്ലോ,
അവർ വിശുദ്ധിയിലും ദൈവഭക്തിയിലുമാണ് നിലനിൽക്കുന്നതെങ്കിൽ അതിനുശേഷം അവർ ചെയ്യുന്ന വർക്ക് അതിനു മുമ്പ് ചെയ്യുന്നതിനേക്കാളെല്ലാം കൂടുതലായിരിക്കും. Because God has got a lot of things to be done by them. ഇവർ ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കണക്കുണ്ട്. അത് പൂർത്തീകരിക്കണം. അതിനുവേണ്ടി ദൈവം അവർക്ക് ആയുസ് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഒത്തിരി നാളത് ചെയ്യത്തില്ലായിരുന്നു. ഞാനെപ്പോഴും പറയുമോ, എനിക്ക് ഈ വയസ്സിനായിട്ടിരിക്കുന്നത് വേണ്ട, ആരോഗ്യമുള്ളതെന്ന് പറഞ്ഞ് ജീവിക്കുക, അത് തട്ടിപ്പോവുക. വയസ്സിനായിട്ട് വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്നത് എന്നെ കൊണ്ട് വയ്യ. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് ഏർലി ഓൾഡ് ഏജ് തന്നു. ഏർലി ഓൾഡ് ഏജ്. ചെറിയ പ്രായത്തിൽ രോഗിയായിട്ട് വീണു. മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ജീവിക്കണം. പക്ഷേ ആ സ്റ്റേജ് ആയപ്പോഴേക്ക് ദൈവം മിനിസ്ട്രിയിൽ വ്യത്യാസം വരുത്തി. ഇപ്പം എനിക്ക് ചാകണ്ട. ഇപ്പം കർത്താവേ നിവർത്തിയുണ്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുവരിക. കാരണം അവിടെ പോകുന്നതും ചെയ്യാനില്ല. ഇവിടെയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാരെ വയലെടുപ്പിക്കാനുണ്ട്. അപ്പം അങ്ങോട്ട് വരുന്നില്ല. 2, അക്യൂട്ട് ഓൾഡ് ഏജിൽ ശുശ്രൂഷയിലിരിക്കുന്നവരാണെങ്കിൽ, ചുമ്മാ ഒരു കൊച്ചുമക്കളോട് വഴക്കുണ്ടാക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ശുശ്രൂഷയുള്ളവരാണെങ്കിൽ വലിയൊരു വർക്ക് ദൈവത്തിന് അവരെ കൊണ്ട് ചെയ്യിക്കാനുണ്ട്. അറ്റ് ദ ഏജ് ഓഫ് 85 മരിച്ചു പോയാലാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ വേട്ടനല്ലൂർ സ്വദേശി, ഫിലിപ്പോസ് സ്വദേശി. 70 മുതൽ 85 വരെ ചെയ്ത വർക്കുണ്ടല്ലോ സുവിശേഷത്തിൽ, അത് 70 വരെ ചെയ്തിട്ടില്ല. അതിന് ശേഷമാണ് വർക്കിൻ്റെ ഡയമെൻഷൻ വലുതാകുന്നത്. അപ്പോൾ ദൈവം നമ്മളെ തകർത്ത് കഴിയുമ്പോൾ, തളർത്തി കഴിയുമ്പോൾ, ബലഹീനരായി കഴിയുമ്പോൾ, ദൈവശക്തി വ്യാപരിച്ചിട്ട് നമ്മുടെ കഴിവുകൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവം നമ്മളെ കൊണ്ട് തൻ്റെ പരിശുദ്ധാത്മാവിനെ ചെയ്യിക്കുകയാണ്. അതാണ് ഈ ടൈം നടക്കേണ്ടത്. അപ്പം അതിന് ടൈം കൊടുക്കാതെ, കർത്താവ് 70 വയസ്സായി എന്നെ വിളിച്ചു ഞാൻ അങ്ങോട്ട് വരിക, ഇവൻ അവിടെ ചെന്നിട്ട് എന്നെ അവിടെ എന്താ ചെയ്തിരിക്കുന്നു? ഒരു കാര്യം അവിടെ ചെന്ന് ചെയ്യാനില്ല. ഈ ഭൂമിയിലെ കാര്യങ്ങൾ ചെയ്യാനുള്ളത്, ഈ ഭൂമിയിൽ നമുക്ക് ജോലി ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥന നിന്നും പ്രാർത്ഥിച്ച് വെറുതെ സമയം കളയരുതെന്ന് ആൾക്കാരോട് പറയുക. ഓക്കെ, ബാക്കി പറഞ്ഞു. താങ്ക് യു സർ. അടുത്ത ചോദ്യം, നമ്മുടെ ഒരു സെഷനിൽ ഇതിനെപ്പറ്റി അല്പമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. വീണ്ടും ഒരു ചോദ്യം വന്നിട്ടുണ്ട്. സർ, പഴയ നിയമത്തിൽ ചില മൃഗങ്ങൾ ഭക്ഷണമായി ഉപയോഗിക്കാൻ വിലക്കപ്പെട്ടിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ മനുഷ്യൻ ഭക്ഷിപ്പാൻ പാടുള്ളത് അല്ലാത്തത് ഇവയെപ്പറ്റി ഒന്നും പരാമർശിച്ചിട്ടില്ല. ആയതിനാൽ പല ന്യൂ ജനറേഷൻ ചർച്ചുകളിലും മനുഷ്യൻ എല്ലാം ഭക്ഷിക്കാം എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. വേദപുസ്തക അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ ഭക്ഷണക്രമം എങ്ങനെ ആയിരിക്കണം? ഓക്കെ, ഈ മോമിൻ്റെ കുഞ്ഞിന് കാര്യങ്ങൾ അവൻ തന്നെ ചെയ്യാനാകുന്ന ഒരു പ്രായം ഉണ്ടായിരുന്നല്ലോ. അതുവരെ എല്ലാം മാം പറഞ്ഞു കൊടുക്കത്തില്ലായിരുന്നോ? അതെ, എല്ലാ കാര്യങ്ങളും. കുട്ടി നിക്കറിടുന്നത് തുടങ്ങി എല്ലാം മാം പറഞ്ഞു കൊടുക്കാൻ. ഇപ്പോൾ അവർ രണ്ടുപേരും വിദേശത്തല്ലയോ? ഫോൺ ചെയ്ത് മോനെ ചെയ്തൊന്ന് വിളിച്ചോ ചോദിക്കുമോ? ഇല്ല. അതുകൊണ്ട് അവരിപ്പോൾ നിക്കറോട് പോയിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അല്ല, ഈ ഹ്യൂമൻ സ്പീഷീസിൻ്റെ ഏർലി സ്റ്റേജ് ഓഫ് നോളജിൽ, ഗ്രോത്തിൽ അവർക്ക് ഈ കാര്യങ്ങളെ ഈ പൊരുൾ തിരിച്ച് യെസ് ഒന്നോ കൊടുക്കണമായിരുന്നു. അന്ന് യഹൂദന് പ്രത്യേകിച്ച് ഡയറ്ററി ലോ കൊടുത്തു. യഹൂദന് അൺക്ലീൻ ആണെന്ന് മാത്രമേ പറയുന്നു, വേറൊന്നും പറയുന്നില്ല. വൈ ഇറ്റ് ഈസ് അൺക്ലീൻ എന്ന് പറയുന്നില്ല, അൺക്ലീൻ ആണ് ചെയ്യരുതെന്ന് പറയുന്നുള്ളൂ. ഇനി ആ ലോ കർത്താവ് തന്നെ തെറ്റിച്ചു. കർത്താവ് തന്നെ തെറ്റിച്ചു. എങ്ങനെ? തുപ്പട്ടിക്ക് അതെല്ലാം കൂടെ കേട്ടിട്ട് പത്രം പറഞ്ഞ അർത്ഥം പിന്നെ എന്നാ പറഞ്ഞു? ദൈവം മലിനമാക്കിയത് നീയാ, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമാക്കരുതെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾക്ക്
ശുദ്ധം അശുദ്ധം എന്നില്ല വേർതിരിക്കേണ്ടത്. ഉം. ഹൈജീനിക് നോൺ ഹൈജീനിക് എന്ന ബേസിലാണ്. ഹൈജീൻ എന്ന വേർഡ് ഉൽപ്പത്തിയിൽ പറഞ്ഞത് ആൾക്കാർ മനസ്സിലാകുമായിരുന്നു. ഹൈജീനെ പറ്റി പറഞ്ഞാൽ ജേംസിനെ പറ്റി പറഞ്ഞു, രോഗാണുക്കളെ പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവും? ഇല്ല. ഇല്ല. അപ്പോൾ അവർക്ക് മനസ്സിലാകാവുന്ന ഭാഷയിലാണെന്ന് പറഞ്ഞു. ഇന്ന് സയൻസസ് ഡെവലപ്പ് ചെയ്തപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനും അവൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ച് അവൻ എന്ത് കഴിക്കാം എന്ത് കഴിക്കരുതെന്ന് അവൻ്റെ ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോയി ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ എൻ്റെ ഡയറ്റീഷ്യൻ എന്നോട് എനിക്ക് ലിസ്റ്റ് ഐറ്റംസ് തന്നിട്ടുണ്ട്, എനിക്ക് കഴിക്കാവുന്ന കഴിക്കാൻ പാടില്ലാത്തതുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ നാട്ടിലോട്ട് വരുന്നില്ല, അതിനനുസരിച്ചുള്ള ഫുഡ് റെഡി ആയി കൊണ്ടുവരുന്നത്. കാര്യം ഇന്നത് കഴിക്കാം ഇന്നത് കഴിക്കരുത്. ഓക്കെ, ഇനി ഞാനൊരു ബേബി ആയിരുന്നപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞാലോ എനിക്കത് മനസ്സിലാകത്തേയില്ല. ഇതൊരു ബുദ്ധിമുട്ടാണ് കോംപ്രിഹെൻഡ് ചെയ്യാൻ. അപ്പം ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഏർലി സ്റ്റേജസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ബന്ധത്തിൽ അവരുടെ ഈ കോഷർ ഫുഡുമായിട്ട്. ഇന്ന് അത് പ്രസക്തമാണോ? ഒന്ന്, കോഷർ നിയമം പ്രസക്തമല്ല, ആ നിയമം ദൈവം മാറ്റി. രണ്ട്, കഴിക്കാവുന്ന കഴിക്കരുതാത്തതുണ്ടോ? ഉണ്ട്. മൂന്ന്, ആര് നിശ്ചയിക്കും? ഡയറ്റീഷ്യൻ നിശ്ചയിക്കും. ഏത് ബേസിൽ? ആ ഇൻഡിവിജ്വലിൻ്റെ ഫിസിക്കൽ ഹെൽത്ത് മെഡിക്കൽ കണ്ടീഷൻ്റെ ബേസിസിൽ. എന്നെ അറിയാവുന്ന ഒരു ഡോക്ടറും എനിക്ക് വെണ്ടയ്ക്ക, പാവയ്ക്ക, കരുതനിങ്ങ, തക്കാളിക്ക ഈ മാതിരി വെജിറ്റബിൾസ് കഴിക്കാൻ അനുവദിക്കത്തില്ല. ഡോണ്ട് ടച്ച് എന്ന് പറയും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പഴങ്ങളാണ് വാഴപ്പഴം. ഇനി എനിക്ക് ലൈഫ് തുറന്ന് നടക്കത്തില്ല. കരിക്ക്, റെസ്റ്റ് ഓഫ് ദ ലൈഫ് കഴിക്കാൻ ഒക്കത്തില്ല. കാര്യം ഞാൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യന് കരിക്ക് കഴിക്കാൻ ഒക്കത്തില്ല. മാങ്ങ എന്ന് പറഞ്ഞ് വായിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഹെൽത്ത് കണ്ടീഷനിൽ എൻ്റെ ഡയറ്റീഷ്യൻ തീരുമാനിക്കും എനിക്ക് എന്ത് കഴിക്കാം എനിക്ക് എന്ത് കഴിക്കേണ്ടെന്ന്. ഓരോ വ്യക്തികളും അവരുടെ ഹെൽത്ത് കണ്ടീഷൻ്റെ ബേസിൽ അവർക്ക് എന്ത് കഴിക്കാം എന്ത് കഴിക്കേണ്ടെന്ന് തീരുമാനിക്കാം. ഇതും പറഞ്ഞുകൊണ്ട് ദൈവം പറയാൻ നടക്കത്തില്ല. ഇത് തെറ്റിച്ചാൽ നീ അനുഭവിക്കും, ഇല്ലേ? ഇത് പറഞ്ഞ് ദൈവം പറയാൻ നടക്കത്തില്ല. കാരണം ദൈവം മനുഷ്യൻ്റെ അറിവ് ശാസ്ത്രീയമായി ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ദാറ്റ്സ് വാട്ട് ഗോഡ് എക്സ്പെക്ട്സ് ഓഫ് മാൻ. ദൈവം മനുഷ്യനെ പ്രതീക്ഷിക്കുന്നത് ഒരു മന്ദബുദ്ധിയായിട്ട് ജീവിക്കാനല്ല. ദാറ്റ് ഈസ് ഇറ്റ്. ദാറ്റ് ഈസ് മൈ ആൻസർ, മാഡം. താങ്ക് യു. താങ്ക് യു സർ. അടുത്ത ചോദ്യം, Yes. ലേവ്യ പുസ്തകം 23-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ, ആ മാസം 15-ാം തീയതി യഹോവയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്ന് എഴുതിയിരിക്കുന്നു. തുടർന്ന് അതേ അധ്യായത്തിൽ 16-17 വാക്യങ്ങളിൽ 7-ാമത്തെ ശബത്തിന്റെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം. നീരാജനത്തിന് 2 ഇടങ്ങഴി മാവ് കൊണ്ട് 2 അപ്പം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരണം. അത് നേരിയ മാവ് കൊണ്ടുള്ളതും പുളിപ്പിച്ച് ചുട്ടതും ആയിരിക്കണം. അത് യഹോവയ്ക്ക് ആദ്യ വിളവ് എന്ന് പറഞ്ഞിരിക്കുന്നു. ചോദ്യം ഇതാണ്, ഈ 2 പെരുന്നാളുകളിൽ ഒരിടത്ത് പുളിപ്പില്ലാത്ത അപ്പവും ഒരിടത്ത് പുളിപ്പിച്ച അപ്പവും കൊണ്ടുവരണം എന്ന് കാണുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ലേവ്യ പുസ്തകം പഠിപ്പിച്ചിട്ടില്ല. ലേവ്യ പുസ്തകം പഠിക്കണം ആദ്യം. യഹൂദന്മാരുടെ കുഞ്ഞുങ്ങളെ ആദ്യം പഠിപ്പിക്കുന്നത് ലേവ്യ പുസ്തകമാണ്. ലേവ്യ പുസ്തകം ബൈഹാർട്ടാക്കി കഴിഞ്ഞാൽ ബൈബിൾ സ്റ്റഡി തുടങ്ങത്തുള്ളൂ. അവിടെ എപ്പോഴൊക്കെയാണ് പുളിപ്പില്ലാത്ത അപ്പം, എപ്പോഴൊക്കെയാണ് പുളിപ്പുള്ള അപ്പം എന്നുള്ള പ്രമാണം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഫ്യൂ മിനിറ്റ്സിലുള്ള സെഷനിൽ ലേവ്യവസ്തം പഠിപ്പിച്ചിട്ട് ഇത് പറയാനൊക്കത്തില്ല. അതുകൊണ്ട് എനിക്കിത് ആൻസർ പറയാതെ വിടാനേ പറ്റത്തുള്ളൂ. ഇനി ലേവ്യ പുസ്തകത്തിൻ്റെ ഒരു സ്റ്റഡി നമ്മുടെ ഈ കമ്മിങ് ഡേയ്സിൽ ഉണ്ടാകാതിരിക്കാൻ, എൻ്റെ ആവശ്യം ഉണ്ടാകാതിരിക്കട്ടെ. വി വിൽ ഡു ദാറ്റ്.
not at this stage. I'm not very happy that I cannot answer it now. Yeah, because the time limit. Yeah, yes. Thank you. Thank you, sir. അടുത്ത ചോദ്യം, മത്തായി സുവിശേഷം 5-ാം അധ്യായം 36-ാം വാക്യത്തിൽ, നിന്റെ തലയെ കൊണ്ട് സത്യം ചെയ്യരുത്, ഒരു രോമവും വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നിനക്ക് കഴിയുകയില്ലല്ലോ. ഈ വചനപ്രകാരം ഇതിന് വിരോധമായി മനുഷ്യൻ എന്തെങ്കിലും ചെയ്താൽ വചന വിരുദ്ധമല്ലേ? നമ്മൾ ഓൾറെഡി ആൻസർ വന്നു കഴിഞ്ഞു. ലേവ്യ പുസ്തകത്തിലെ പ്രമാണങ്ങൾ എന്ന് പറയുന്നത്, അതിനകത്ത് ഡൂസ് ആൻഡ് ഡോൺസ് റിച്വൽസ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ഗിവൺ ടു ദ ജൂയിഷ് പീപ്പിൾ ആണ്. അന്ന് സയൻസസും ടെക്നോളജിയും ഡെവലപ്പ് ചെയ്ത കാലമല്ല. അന്ന് ജീവിക്കുന്നവരല്ല നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പം യഹൂദന്മാരുടെ ഡയറ്ററി ലോ ആൻഡ് ലോ ഓഫ് ക്ലെൻലിനെസ് എന്ന് പറയുന്നത് അവർക്ക് മാത്രമുള്ളതാണെന്നും മറ്റു സമൂഹങ്ങൾക്ക് ബാധകമല്ലെന്ന് നമ്മൾ 2-3 ക്ലാസ് മുമ്പ് പറഞ്ഞതാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ഇത് ഇനാപ്ലിക്കബിളായ കാര്യമാണ്. That's my answer to it. അതേ ചോദ്യകർത്താവ് തന്നെ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. സ്വർഗീയ പിതാവിൽ നിന്ന് ആത്മീക വരങ്ങൾ, അതായത് പാട്ട്, പ്രസംഗം, പ്രവചനം മുതലായ ശുശ്രൂഷകൾ ദാനമായി കിട്ടിയവർ ആ വരങ്ങളെ വില പറഞ്ഞ് ശുശ്രൂഷിക്കുന്നത് ശരിയാണ്? കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യനാണ്. കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ കാരണം, സ്പിരിച്വൽ ഗിഫ്റ്റ് ഒരാൾ കൊടുക്കുന്നത്, മിനിസ്ട്രി ഒരാൾ ഏൽപ്പിക്കുന്ന അയാൾക്ക് വേണ്ടി അല്ല. എനിക്ക് രോഗശാന്തി വരമുള്ളത് എൻ്റെ എല്ലാ രോഗവും ഞാൻ പ്രാർത്ഥിച്ച് മാറ്റാനല്ല. അങ്ങനെ ചെല്ലിയായിരിക്കുന്നത്. ഇത്ര വലിയ രോഗശാന്തി വരാണെങ്കിൽ പാസ്റ്റ് രോഗം മാറ്റാൻ. കർത്താവിനോട് ഇതേ ചോദ്യം ചോദിച്ചല്ലേ, നീ കുറിച്ച് നീ ഇറങ്ങി വാ, നീ വലിയ ആളാണെന്നുണ്ടെങ്കിൽ. ഒന്നത് നമുക്ക് വേണ്ടിയല്ല, കോമൺ പബ്ലിക്കിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയാണ്. 2, എല്ലാ മിനിസ്ട്രിയും മെൻ ഫോർ അതേഴ്സ്. എനിക്കൊരു ടീച്ചിങ് മിനിസ്ട്രി ഉണ്ട്, മറ്റുള്ളവരെ പഠിപ്പിക്കും, ഞാൻ തന്നെ ഇത് പഠിപ്പിക്കാനല്ല. ഇപ്പം ഞാനൊരു റിട്ടയർഡ് പേഴ്സണാണ്. ഞാൻ സർവീസിൽ ഇരുന്നതുകൊണ്ട് എനിക്കൊരു ചെറിയ പെൻഷനുണ്ട്. അതുകൊണ്ട് എൻ്റെ ദൈനംദിന ആവശ്യങ്ങൾ നടന്നു പോകും. മാമും ഒരു ഹൈ പൊസിഷനിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു ക്ലാസ് 1 ലെവലിലുള്ള ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നുകൊണ്ട് യു ഗെറ്റ് എ ഡീസൻറ്റ് പെൻഷൻ. ആരുടെ അടുത്ത് പോയി നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിരേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോലെ ടീച്ചിങ് ആൻഡ് അനലറ്റിക് മിനിസ്ട്രിയുള്ള വേറൊരാൾ, അത് ഇനി വരുവാനൊന്നുമില്ല. ഞാൻ പറയാം, ഞങ്ങൾ രണ്ടുപേരും സൗജന്യമായിട്ട് ബൈബിൾ പഠിപ്പിക്കുകയാണ് സൗജന്യമായിട്ട് പഠിപ്പിക്കണം. ഞങ്ങൾക്ക് പഠിപ്പിക്കാമല്ലോ. നമുക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ വേറെ മാർഗമുണ്ടല്ലേ? ആണല്ലോ. ഇതില്ലാത്തൊരു പാവത്തിനോട് നീ അങ്ങനെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ പ്രമാണം വചനം പഠിപ്പിക്കുന്നവർ സകല നന്മയിൽ ഓഹരി കൊടുക്കണമെന്നാണ് അല്ലേ? ഒരാളെ പാസ്റ്റായിട്ട് വിളിച്ചു, ദിവസം പാസ്റ്റായിട്ട് വരണം, സൗജന്യമായി ലഭിച്ചു, സൗജന്യമായിട്ട് കൊടുക്കുക. സൗജന്യമായിട്ട് ലഭിച്ച രക്ഷയാണ്. ആ രക്ഷയുടെ സുവിശേഷം പ്രസംഗം എവിടെ പോയാലും സൗജന്യമാണ്, കാശ് തരാൻ പറയത്തില്ല. പക്ഷേ ഒരു സഭയുടെ ശുശ്രൂഷകൻ രക്ഷയുടെ സുവിശേഷമല്ല പ്രസംഗിക്കുന്നത്. സഭയുടെ ശുശ്രൂഷകനെ പറ്റി പറയുന്നത് മെതിക്കുന്ന കാളയെന്ന, മുഖപ്പെട്ട കെട്ടരുത്. അടുത്ത ദൈവം കേവലം കാളയ്ക്ക് വേണ്ടിയാണെന്ന് വിചാരപ്പെടുന്നത്. ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകന്മാരും അവർ ആത്മീയമായി നിങ്ങൾക്ക് വിതച്ചിട്ട് ഭൗതികമായി നിങ്ങൾ മേടിക്കുന്നതിലൊന്നുമില്ല, നത്തിങ്. ബൈബിൾ പറയുന്നത് അവരുടെ വേല ഓർത്ത് അവരേറ്റവും നല്ല രീതിയിൽ നിങ്ങൾ കരുതണം. എന്ത് ചെയ്യരുത്? അവർ നിങ്ങളോട് പൈസ ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട്
ഒരു സംഭവം പറഞ്ഞു. അദ്ദേഹം തിരുവല്ലക്കാരനാണ്. ഒരു ഹൈ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ഹൈ ലെവലിൽ എയർ ഇന്ത്യയിൽ ഇരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു സ്കൂൾ ഹെഡ് മാസ്റ്ററുമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ്, ഒത്തിരി കൊല്ലം. ഞാനൊന്നും ജനിച്ചിട്ടില്ല. ഒരു 2-3 ആഴ്ച മഴയാണ് നാട്ടിൽ. കൂലി വേലക്കാർക്കൊന്നും പണിയില്ല. അപ്പം ഇവര് ചെന്ന് നോക്കിയപ്പോൾ അവരുടെ വാഴത്തോട്ടത്തിൽ നല്ലൊരു വാഴക്കൊല കാണാനില്ല. കൊലയോടൊപ്പം ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പം ഇവരുടെ വേലക്കാരൻ്റെ വീട്ടിലെ ചെറുക്കനെ അടിയും കൊടുത്തുകൊണ്ട് വേലക്കാരൻ കൊണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞു, സാറേ ക്ഷമിക്കണം, ഇവൻ ആ കൊല മൂട്ടിച്ചതാണ്. മൂട്ടിച്ചുകൊണ്ട് കടയെ കൊണ്ട് വിറ്റിട്ട് അരിയും സാധനവും പലഞ്ചനും മേടിച്ചു വന്നു. വീട്ടിൽ പട്ടിണിയാണ്. വീട്ടിൽ ഒരാൾ ചേർ പട്ടിണിയാണ്. അപ്പനും അമ്മയും സഹോദരങ്ങളും പട്ടിണി കിടക്കുന്നത് കണ്ട് സഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇവന് കൊല മൂട്ടിച്ച് കൊണ്ടുപോയി വിറ്റിട്ട് റേഷൻ മേടിച്ചുകൊണ്ട് വന്നത്. ഇത് അറിഞ്ഞപ്പം പേരൻസ് സഹിക്കാൻ ഇവനാ ചെയ്തെന്ന് അറിഞ്ഞപ്പോഴും അടിയും കൊടുത്ത് ബാക്കിയുള്ള പൈസയും കൊണ്ട് വരികയാണ്. അപ്പോൾ ഈ സാറ്, ഈ സ്കൂൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞ ആൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അയാൾ അകത്ത് പോയി കുറേ നേരം പ്രാർത്ഥിച്ചു. എൻ്റെ ഇവരോട് പറഞ്ഞു, ഇത്രയും ദിവസം മഴ പെയ്ത് ആൾക്കാർക്കാർക്കും ജോലിയില്ലായിരുന്നപ്പം എൻ്റെ കൂലിക്കാരായ നിങ്ങൾക്ക് പട്ടിണിയാണ്, അരി മേടിക്കാൻ നിവൃത്തിയില്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കണമായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കാഞ്ഞതുകൊണ്ട് ഒരു പാവം കുഞ്ഞ് കള്ളനായി. അപ്പം ഞാൻ അതിൻ്റെ ദൈവത്തോട് മാപ്പ് പറയാനാണ് അകത്ത് കയറിപ്പോയത്. അപ്പം നിങ്ങളോട് മാപ്പ് പറയുക, ആ ബാക്കി കാശ് നിങ്ങൾ കൈവെക്കണം. ഈ ദിവസങ്ങളിൽ വേലയില്ലായിരുന്ന ദിവസങ്ങളിലെ കൂലിയായിട്ടും കുറച്ച് പൈസ തരാം. അപ്പം ഒരു കർത്താവിൻ്റെ ദാസൻ നമ്മുടെ ഇടയിൽ ശുശ്രൂഷിക്കാൻ വന്നിട്ട് നമ്മളോട് എൻ്റെ വണ്ടിക്കൂലിക്ക് തന്നില്ല എന്ന് പറയാൻ നമ്മൾ അവസരം ഉണ്ടാക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും ദൂരം നിന്ന് വരികയാണ്, ഇത്ര ദിവസം താമസിച്ചതാണ്, അദ്ദേഹത്തിന് വീട്ടിലും അരിയും പലവ്യഞ്ജനവും ഒക്കെ മേടിക്കേണ്ടതാണ്. ഇത് കഴിഞ്ഞിട്ട് ടാപ്പിങ്ങിന് പോകാൻ പറ്റത്തില്ല. ഒന്നും സമയം കാണത്തില്ല, പറ്റത്തില്ല. അവരുടെ ഏറ്റവും നല്ല വേല വിചാരിച്ച് നിങ്ങൾ വളരെ ബഹുമാനത്തോടെ അവരോട് ഇടപെടണം. ഇത് നമ്മൾ ഫെയിലാക്കുന്നു. എന്ത് ചെയ്യുന്നു? കർത്താവിൻ്റെ വേലക്കാരൻ കർത്താവ് കൊടുത്തോട്ടെ. ഫെയിലാക്കുമ്പോൾ ചിലരെന്ത് ചെയ്യുന്നു? അച്ഛാ, നമുക്ക് നിവൃത്തിയില്ല, ഈ ട്രെയിൻ കയറിയും ബസ് ടിക്കറ്റ് എടുത്തും ഒക്കെ വരികയാണ്, നിങ്ങളത് ബസ് ഫെയർ തന്നില്ലെങ്കിൽ നമുക്ക് ബസ് ഫെയർ മാത്രമേ തിരിച്ചു ചെല്ലുന്ന അരി മേടിച്ചല്ലോ വീട്ടിൽ, അല്ലേ? അങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിൽ അത് പറയാൻ നിങ്ങൾ ഇടയാക്കിയെന്നുള്ളതുകൊണ്ടാണ്. നേരെ മറിച്ച് എന്നെ ഇന്നടത്ത് ശുശ്രൂഷയ്ക്ക് വിളിച്ചു, ശുശ്രൂഷ കഴിയുമ്പം അവർക്ക് വണ്ടിക്കൂലി, റേഷൻ മേടിക്കാനുള്ള പൈസ കൂടി തരും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിലോ എനിക്ക് സംസാരിക്കേണ്ടി വരത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കൃത്യമായിട്ട് പേയ്മെൻറ്റ് കൊടുക്കാൻ കഴിയും, അല്ലേ? ഇത് അതിനേക്കാൾ ശ്രേഷ്ഠകരമായ ശുശ്രൂഷയാണ്. നമ്മുടെ പനി മാറുമ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ ബില്ലടയ്ക്കും. എത്ര പനി മാറിയാലും ഒരു ദിവസം മരിക്കും, ഉറപ്പാണല്ലോ. നമ്മുടെ ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാർ ദൈവികത പ്രകാരം നമ്മെ പണിത് സ്വർഗത്തിലേക്ക് വിടേണ്ടി വരും. അവരെത്ര അധികം ബഹുമാനത്തിന് അർഹരാണ്. പൗലോസ് പറഞ്ഞ, ആത്മീയമായിട്ട് ഞാൻ നിങ്ങൾക്ക് വിതച്ചിട്ട് ഭൗതികമായി കൊല്ലുന്നത് എന്തുകൊണ്ട്? There is nothing in it. പിന്നെ ഇത് മുതലാക്കുന്ന വലിയ മുതലാളികൾ ഇതിനകത്തുണ്ട്. പിടിയോ? വലിയ മുതലാളികൾ ഇതിനകത്തുണ്ട്. അവർ സുവിശേഷ ഗോളത്തിലെ മൊത്ത വ്യാപാരികളാണ്, അടക്കം പിടിച്ചിരിക്കുന്നവരാണ്. ഞാൻ അവരെ ആരും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്.
അവരെ ആരും ഉദ്ദേശിച്ചല്ല, അവരുടെ പേയ്മെൻറ്റിനെ കുറിച്ചൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ സാധാരണ ജോലിയുള്ള ആളുകൾ ദൈവം ചില സമയത്ത് മതി, അന്നേരത്തെ എൻ്റെ വേല ഞാൻ പറയും. ബ്രിട്ടീഷുകാരുടെ തോട്ടത്തിലെ ഒരു തൊഴിലാളിയായിരുന്ന ഹൈലി പെയ്ഡായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, ഒരു ജോലിക്കാരനായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദർ, വേട്ട ഒരു ഉപദേശി. ദൈവം പറഞ്ഞു, കുഞ്ഞ് നീ അത് നിർത്താം, ഇനി എൻ്റെ വേലയ്ക്ക് ഇറങ്ങും. അപ്പോൾ വേലയ്ക്ക് ഇറങ്ങിയപ്പം ആരോടും ഒന്നും ചോദിച്ചില്ല. പട്ടിണി കിടക്കാനുള്ള മനസ്സുണ്ടായിരുന്നു, ജീവിത സാഹചര്യം കൊണ്ട് പൊരുതാനുള്ള ആ വായ്പുണ്ടായിരുന്നു. തനിക്ക് ചുറ്റുമുള്ള കാണുന്ന സാധനങ്ങളുണ്ടല്ലോ, പയറിൻ്റെ ഇല, വാഴമാണം, ഇതൊക്കെ കൊണ്ട് ആഹാര പദാർത്ഥം ഉണ്ടാക്കി. അരി മേടിക്കാൻ കാശില്ലായിരുന്നുകൊണ്ട് കർത്താവിൻ്റെ വിലയ്ക്ക് മുടക്കം വന്നില്ല. കുറേ വർഷം കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി, നമ്മുടെ ഇടയിലും സുവിശേഷം പ്രസംഗിച്ച് നടക്കുന്ന ഈ വേട്ട ഒരു ഉപദേശി വളരെ ദരിദ്രനായ ഒരു മനുഷ്യനാണ്. ഓക്കെ, പീപ്പിൾ കെയിം ഫോർവേഡ്, ഓപ്പൺ ദെയർ ഹാൻഡ്സ്. ഫൈനാൻഷ്യൽ നല്ല വെൽ ഓഫ് ആയിട്ട് അപ്പച്ചൻ ഭരിക്കുന്നത്. ഇങ്ങനെയുള്ള ധാരാളം ദൈവദാസന്മാരുണ്ട്. അവർ നമ്മുടെ ഇടയിൽ ശുശ്രൂഷിച്ചിട്ട് അവർ പൊള്ളുന്ന വയറുമായിട്ടും ഒഴിഞ്ഞ കൈയുമായിട്ടും തിരിച്ചു പോകാൻ നമ്മൾ അവസരം ഉണ്ടാക്കുന്നത് ദൈവമുമ്പാകെ നമുക്ക് നീതിയല്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആരോടും കാശി ചോദിച്ചില്ല. പക്ഷെ കർത്താവിൻ്റെ ആവശ്യത്തിനെല്ലാം പൈസ ഉണ്ടായിരുന്നു. ഒരു സഞ്ചി ഒരു തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവനടുത്ത് മോട്ടിക്കുകയും ചെയ്യും. പിന്നെ കർത്താവിന് എന്തെങ്കിലും പേഴ്സണൽ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞ് ചെയ്യാനായിട്ട് ഗലീലയിൽ നിന്ന് അനുഗമിച്ച ധനികരായ സ്ത്രീകളുണ്ടായിരുന്നു. അപ്പം ഇത് കൺക്ലൂഡ് ചെയ്യാണ് ഇത്രയേ ഉള്ളൂ. ഒന്ന്, നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ലഭിച്ചത് രക്ഷയും, അത് ഫ്രീ ആയിട്ട് പ്രസംഗിക്കുക, രക്ഷയുടെ സുവിശേഷം. അതല്ല സഭയുടെ ശുശ്രൂഷ. സഭയുടെ ശുശ്രൂഷ സഭയിൽ പ്രസംഗിക്കുക, വചന ശുശ്രൂഷ, വചനം പഠിപ്പിക്കുക, കാത്തിരിപ്പിക്കുക, ഉപവാസപാത്രം നടത്തുക, വിവാഹ ശുശ്രൂഷ നടത്തുക, സഭായോഗം നടത്തുക, ബാക്കി ശുശ്രൂഷകളൊക്കെ ചെയ്യുക. ഈ ശുശ്രൂഷ ചെയ്യുന്ന ആൾ അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട് ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യേണ്ട ആളാണ്. ചില വിഷയങ്ങൾ എന്നോട് ആൾക്കാർ, പാസ്റ്റർ ഇങ്ങനൊരു വിഷയം ഉണ്ടല്ലോ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, പ്രാർത്ഥിക്കാം, ദൈവത്തിൽ ഒഴിക്കും. അതിനെന്താ ഞാൻ ചെയ്യേണ്ടത്? ചിലപ്പോൾ നീ 3 ദിവസം ഉപവസിക്കുക, ഇനി 7 ദിവസം ഉപവസിക്കുക. ആ 3 ദിവസം 7 ദിവസം ഇവർക്ക് വേണ്ടി ഉപവസിക്കുക നമ്മളിരുന്ന്. ആ സമയം എൻ്റെ വീട്ടിൽ ചെലവ് നടക്കണ്ടായോ? ഞാൻ ഉപവസിക്കാമെന്ന് എൻ്റെ ഭാര്യ ഒന്നും കഴിക്കണ്ടേ? നീ കറണ്ട് ബില്ല് അടയ്ക്കണ്ടായോ? അല്ലേ? ടാക്സസ് അടയ്ക്കണ്ടേ? എൻ്റെ ബാക്കി കാര്യങ്ങളില്ലേ? അപ്പം സഭയുടെ ശുശ്രൂഷകൻ തൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ പോയാൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മിനിസ്ട്രി ഓഫ് ഡെലിവറൻസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയത്തില്ല. അപ്പം സഭ അത് മനസ്സിലാക്കിയിട്ട് സഭ ആദ്യം അദ്ദേഹത്തെ ഡൊമസ്റ്റിക് കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് റിലീസ് ചെയ്യണം. ഞാൻ ഇംഗ്ലണ്ടിൽ വന്ന സമയത്ത് ഞാനൊരു വലിയ ഇംഗ്ലീഷ് ചർച്ചിലാണ് പോയത്. അപ്പിൻ്റെ നോർത്തായിരുന്നു, ഗ്രിംസ്ബി എന്ന് പറയും. വൺ ഓഫ് ദ ലാർജസ്റ്റ് ചേർച്ചസ് ദെയർ. ബാക്കി ചർച്ചത്തിലൊക്കെ 2-3 അപ്പൂപ്പന്മാരേ ഉള്ളൂ. ഇവിടെ നിറച്ച് ചേർച്ച് ബിലീവേഴ്സാണ്. അപ്പം ഞാനൊരിക്കൽ അവരുടെ ലീഡർഷിപ്പായിട്ട് ഈ കാര്യത്തിൽ സംസാരിച്ചപ്പം ഇവർക്കിങ്ങനെ 2-3 വിശ്വാസികളും ഒരു പാസ്റ്ററുണ്ട്. പാസ്റ്റർ ആഴ്ചയിൽ 6 ദിവസവും ഇലക്ട്രീഷ്യൻ പഠിക്കും, വീടുകൾ തോറും. 7ാമത്തെ ദിവസം സഹായം നടത്തും. ഇവരുടെ സഭ നന്നാകുന്നില്ല. അപ്പം ഇവർ പോയി ഫിലിപ്പ് ബ്യൂഫൻഡൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു ദേവദാസനെ വിളിച്ചു. ഞങ്ങളുടെ സഭയിൽ വരാമെന്ന് ചോദിച്ചു. അദ്ദേഹം വന്നു. അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഫൈനാൻസൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പിരിയുന്ന സ്വതന്ത്രമായിട്ട് ഞങ്ങൾ മിഷൻ ഫീൽഡിൽ അയക്കുക, ഇന്ത്യയിലും പാകിസ്ഥാനിലൊക്കെ അയക്കുക എന്ന് പറഞ്ഞു. നിങ്ങളുടെ പാസ്റ്റർ പുള്ളി ഇങ്ങനെ വയറിങ് കണക്ഷനൊക്കെ കൊടുത്തിട്ട് ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. ഈ ഫിലിപ്പ് ബ്യൂഫൻഡൻ പറഞ്ഞത് അത് നിർത്താൻ പറഞ്ഞു.
നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന് നിങ്ങൾ ഫുൾ സപ്പോർട്ട് കൊടുക്കുക. അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനും ഉറ്റിരിക്കുന്നതിന് വേണ്ടി അപ്പോസ്തലിക് ഡോക്ടറിന് സഭ വളരട്ടെ. ബാക്കിയുള്ള നമുക്ക് മിഷൻ ഫീൽഡ് കൊടുക്കാം. ദി പ്രാക്ടീസ് ഇസ് 1 year. 1 year. ആ സീനിയർ പാസ്റ്റർ റെജിനാൾഡ് എന്നാണ്. അദ്ദേഹം എൻ്റെ നല്ല സ്നേഹിതനായിരുന്നു. ഇവർ രണ്ടുപേരും ഇപ്പം മരിച്ചുപോയി. റെജിനാൾഡ് 1 വർഷം ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ 400 കസേര ഇരിക്കേണ്ട ചേർച്ചിൽ ഇനി കസേര ഇടാൻ പറ്റത്തില്ല. കൊറിഡോർ വരെ ഫുള്ളായി. ഇടയ്ക്കുള്ള ഇടനാഴിയുണ്ട്, അതും ഫുള്ളായി. ശുശ്രൂഷനെ റിലീസ് ചെയ്തു. ഇപ്പം പല യൂറോപ്യൻ രാജ്യം, ഇംഗ്ലണ്ടൊക്കെ പല മോഡേൺ ചർച്ചസും ശുശ്രൂഷന് പൈസ കൊടുക്കത്തില്ല. അവർ ദൈവത്തിൻ്റെ ആസമാരെ ദൈവം കൊടുത്തോളൂ എന്ന് പറയും. ചിലർക്കാണെങ്കിൽ നല്ല ശുശ്രൂഷന്മാർക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട്, അവർ പിന്നെ പണിക്കൊന്നും പോകത്തില്ല. ശുശ്രൂഷയാണ്, വെറുതെ കിട്ടുന്ന പൈസയല്ലേ. അപ്പോൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡായി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, ആത്മീയ ശുശ്രൂഷയ്ക്ക് നമ്മൾ ആക്കിയിരിക്കുന്ന ദൈവം നമ്മളെ അയച്ച സഭാ ശുശ്രൂഷന്മാരെ അല്ലെങ്കിൽ ശുശ്രൂഷന്മാരെ മെറ്റീരിയലായിട്ട് ഫൈനാൻസായിട്ട് ആദരിക്കണം. അവർ വേറെ പണി ജീവിച്ചോട്ടെ നമ്മൾ ചിന്തിക്കരുത്. ഇനി സുവിശേഷ തൊഴിലാളികളുണ്ടല്ലോ, ഈ അടങ്കൽ പിടിച്ചിരിക്കുന്നത് നമ്മുടെ ഈ കംപ്ലീറ്റ് കോൺട്രാക്ടേഴ്സ്, ഈ കോൺട്രാക്ടേഴ്സിനോട് എങ്ങനെ വരുവാറെന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം അങ്ങനെ കോൺട്രാക്ടേഴ്സ് ബൈബിളിലില്ല. അപ്പോൾ ഈ കോൺട്രാക്ടേഴ്സിനോട് എങ്ങനെ പെരുമാറിയിട്ടുണ്ടെന്ന് എനിക്കൊട്ടും അറിയത്തില്ല. കാര്യം അത് ഈ നമ്മുടെ ഈ ഫോൾഡിന് പുറത്തുള്ള ഒരു കക്ഷികളാണ്. അതുകൊണ്ട് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവരെ അവരുടെ വേല ഏറ്റവും നല്ലത് എന്ന് കരുതി അവരോട് നിങ്ങൾ ഔദാര്യമായിട്ട് കൈ തുറക്കണം. That is my sentence on it. Okay, sir. And that's biblical also. That's biblical also. Yes. That's what the Bible says. Yes. നീതിബോധം ഉണ്ടായിരിക്കണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ. Definitely. There's no doubt about it. Thank you very much for the detailed explanation for all the questions, sir. പ്രേക്ഷകർ തുടർന്നും നിങ്ങളുടെ ചോദ്യങ്ങൾ അറിയിക്കാവുന്നതാണ്. കമന്റ് ബോക്സിലോ വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് അയക്കാം. തുടർന്നുള്ള സെഷനുകളിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. May God bless you all. Thank you once again. Thank you very much. Bye.